ഹായ് കൂട്ടുകാരെ, എന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു മുള്ളുവാള മീൻ വെച്ചിട്ട് ഒരു കറിയാണ്, മുളക് കറിയാണ് വെക്കണത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 1 കിലോ മുള്ളുവാള ഞാനിവിടെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു 10-15 അല്ലി ചെറിയ ഉള്ളി ഞാനിവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ ചതയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു കഷ്ണം ഇഞ്ചി വേണം. പിന്നെ 3 പച്ചമുളക് വേണം. പിന്നെ വേണ്ടത് ഒരു 3 വലിയ കഷ്ണം കുടംപുളിയാണ്. അത് ഞാൻ ഇവിടെ തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ പോവാണ്. കഴുകിയിട്ടാണ് കേട്ടോ, ഞാനിത് കഴുകി വെച്ചിരുന്നതാണ്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില വേണം നമുക്ക്. പിന്നെ പൊടികൾ ചേർക്കുമ്പോൾ ഞാൻ എൻ്റെ അളവൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഈ ചെറിയ ഉള്ളിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നടുവിനെ കീറി എടുക്കുക, ചെറിയ ചെറിയ പീസാക്കി നമുക്ക് എടുക്കാം. ഇവിടെ ഉള്ളിയൊക്കെ ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഒന്ന് കയ്യൊരൽ വെച്ചിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചതയ്ക്കാൻ കയ്യൊരലില്ലെങ്കിൽ നമുക്കിത് ഇതേപോലെ ഉള്ളി ചുമന്നുള്ളി അരിഞ്ഞ പോലെ തന്നെ അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഈ ഒരു കഷ്ണമാണ് കേട്ടോ ഞാൻ ഇഞ്ചി എടുത്തേക്കണത്. അതുപോലെ തന്നെ ചുമന്നുള്ളിയുടെ അളവ് 15 ഉള്ളി ഞാൻ എടുത്തേക്കെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അതിന് കൂടുതൽ വേണമെങ്കിൽ ഉള്ളി എടുക്കാം. കറിക്ക് ടേസ്റ്റ് കൂടുതലുള്ള കുറയില്ല, നല്ല ടേസ്റ്റാണ്. സബോള വേണമെങ്കിൽ ഇടുന്നവർക്ക് സബോള ഇടാം. കയ്യിലിപ്പോൾ സബോള ഉള്ളതെന്ന് വെച്ചാൽ സബോള ഇടാം. അത് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് മാറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കൊരു മൺചട്ടി വെച്ച് കൊടുക്കാം. അതിലത്തെ വെള്ളം ഒന്ന് വറ്റട്ടെ. ഇവിടെ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ, 3 ടേബിൾ സ്പൂൺ ഇട്ടതാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഇത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 10 മണി എണ്ണീട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് 10 മണി ഉലുവ ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂക്കട്ടെ. ഇവിടെ നമ്മുടെ ഉലുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഉള്ളി പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് മൂപ്പിക്കാം കേട്ടോ. ഇത് അധികം കൂടെ മുരിഞ്ഞ് വരണ്ട, ഒന്ന് അതിൻ്റെ ഒരു ചെറിയൊരു പച്ചമണം ഒന്ന് പോയി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് നെടുവിനെ കീറിയത്. എരിവിന് അനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടൊക്കെ ചെയ്യാം. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അല്ലാതെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി എനിക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് വാടിയാൽ മതി കേട്ടോ. പിന്നെ കളറൊന്ന് മാറിയ അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഇത് വേണമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ തിളയ്ക്കുമ്പോൾ നമുക്ക് കടുക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഇതിൽ കടുക് ഇട്ട് കൊടുക്കണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ കടുക് വേണമെങ്കിൽ ചേർക്കാം. ഉലുവ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഉലുവ ചേർക്കണ്ട, ഉലുവയുടെ മണം ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണ്ട. കനിപ്പൊന്നും ഉണ്ടാവില്ല, കറിക്ക് കനിപ്പൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ നേരത്തെ വെളിച്ചെണ്ണയ്ക്ക് എടുത്ത സ്പൂൺ തന്നെയാണ് എടുത്തേക്കണത്, ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തേക്കണത്. 1 2 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് 1 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി. അതൊരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മീൻ കറിക്ക് എപ്പോഴും മുളക് പൊടി മുന്നിൽ നിൽക്കണം, മല്ലിപ്പൊടി ഇറങ്ങി നിൽക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്പൂൺ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചിക്കൻ കറിക്കിന് മല്ലിപ്പൊടി മുന്നിൽ നിൽക്കേണ്ടതും മുളക് പൊടി പിന്നിലേക്കായിട്ട് നിൽക്കേണ്ടത്. ഇനി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കുക എല്ലാം കൂടിയിട്ട്. മുളക് പൊടിയും അല്ലാതെ നമ്മുടെ മൂത്ത് വന്നിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കണ കുടപ്പുളി ഈ സമയം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് തിളക്കേണ്ടുന്നത് പെട്ടെന്ന് തിളയ്ക്കും. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് കിട്ടും നമുക്ക്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആ വെള്ളമൊക്കെ ഒന്ന് ആ പുളിവെള്ളമൊക്കെ മസാലയിലൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം, 3/4 കപ്പ് പച്ചവെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. എന്നാൽ തിളച്ച് വരുന്നത് വരെ ഒന്ന് കാക്കാം നമുക്ക്. അതിന് ശേഷം മീനിട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒരു സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഉപ്പ് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ കളറിന് പകരം നമുക്ക് ചുവപ്പ് കളർ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിലിട്ട് മസാലയൊക്കെ മൂപ്പിച്ചെടുത്തില്ലേ, അപ്പോൾ അതിന് പകരം നമുക്ക് വേറെ ഒരു പാനിൽ നമുക്ക് ചെറുതാക്കി ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഒഴിച്ചാലും നല്ലൊരു കൊഴുപ്പ് കിട്ടും കറിക്ക്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കുക. അപ്പോൾ അപ്പോഴേക്കത് തിളച്ച് വരും. നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കുക കേട്ടോ, തിളപ്പിച്ചെടുക്കാം നമുക്ക്. ഇതേ നമ്മുടെ മീൻ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, നല്ല കുറുക്ക ഇതായിട്ടുണ്ട് കറി. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കും. മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഒരു മീനിൻ്റെ മുകളിൽ തൊടാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇങ്ങനെ തിളച്ചിട്ടിട്ട് കൊടുക്കാന്ന് വെച്ചാൽ മീനിലൊക്കെ പെട്ടെന്ന് ഇതിൻ്റെ മസാലയൊക്കെ പിടിക്കും. സ്പൂൺ ഒഴിച്ചിട്ട് ചട്ടിയുമ്പോൾ ഇങ്ങനെ ശബ്ദം കേൾക്കണ്ടില്ലേ, ആ ശബ്ദം ആക്കി എടുത്താൽ മതി. അല്ലാണ്ട് മീൻ കഷ്ണത്തുമ്പോൾ തൊടണ്ട. ഇങ്ങനെ നടുക്കീന്ന് ഇങ്ങനെ ഇതാക്കി എടുത്താൽ മതി, മീൻ കഷ്ണത്തുമ്പോൾ തൊടാണ്ട്. ഇനി ഇതിവിടെ കിടന്നിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവട്ടെ. നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇവിടെ നമ്മുടെ മീൻ കറി നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പൂൺ ഇടണ്ട കേട്ടോ. നമുക്ക് ഇനി ഇത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ഒരു തുണി വെച്ചിട്ട് നമുക്ക് ഇതിനെ ചുറ്റിച്ചെടുക്കാം. അപ്പം മീൻ കഷ്ണങ്ങളൊന്നും പൊടിയില്ല. പ്രത്യേകിച്ച് ഈ മീൻ പൊടിയാൻ പാടില്ല. നിറച്ച് മുള്ളുള്ള ഒരു മീനാണ് മുള്ളുവാള എന്ന് പറയണത്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി കുറുകി വെളിച്ചെണ്ണയൊക്കെ മുകളിലേക്ക് നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട ചേർക്കേണ്ടത് വേപ്പില. നമുക്ക് 2-3 തണ്ട് വേപ്പില വെച്ച് കൊടുക്കാം. അതിൻ്റെ മണം കൂടി ഇതിലിറങ്ങിക്കോട്ടെ. പിന്നെ ഇതിൽ മീൻ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കി നമ്മൾ ചട്ടിയിലേക്ക് ഇടുന്നതിന് മുന്നേ തന്നെ ഒരു കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടവി എടുത്തിട്ട് ഇതുമൊക്കെ തടവി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ മീൻ അടിയിൽ പിടിക്കില്ല. പിന്നെ ചെറിയ തീരാണ് എപ്പോഴും മീൻ കറി ആയാലും വേവേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മീൻ കറി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കണേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തി കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അത് അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്.